ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലാക്ക് കൈലണ്ടർ. ലക്ഷദ്വീപിലെ എൻ്റെ നാടായ ആന്ധ്രാദ്വീപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിലേക്ക് വന്നതാണ്. IOCൻ്റെ പെട്രോൾ പമ്പിൽ പെട്രോളിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ഈ റോഡ് സൈഡിൽ നിറഞ്ഞു നിൽക്കുന്നത് മൊത്തം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ പമ്പിൽ നിന്ന് പെട്രോൾ മേടിക്കുന്നത്. കുറച്ച് കടമ്പകളൊക്കെ കടക്കാനുണ്ട്, കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ചെയ്യാനുണ്ട്. ലിസ്റ്റ് കണ്ട, ആ ലിസ്റ്റിൽ ഇന്ന് 19-ാം തീയതി കൊടുത്തേക്കുന്ന നമ്പറുണ്ട്. ലക്ഷദ്വീപിലെ അതർ രജിസ്ട്രേഷൻ നമ്പേഴ്സ്, അതായത് മറ്റ് ദ്വീപിൽ നിന്ന് വന്നേക്കുന്ന വണ്ടികൾക്കുള്ള പെട്രോൾ. ഇന്ന് വന്ന് മേടിച്ചില്ലെങ്കിൽ പിന്നെ പെട്രോൾ കിട്ടില്ല. ലാസ്റ്റ് കൊടുത്തേക്കുന്ന പെട്രോൾ കൊടുക്കുന്ന ദിവസം വന്ന് പെട്രോൾ മേടിച്ചില്ലെങ്കിൽ പിന്നെ തരൂലെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് നമുക്ക് പെട്രോൾ തരുന്നത്. ഒരു വണ്ടിക്ക് 10 ലിറ്റർ, അത് പുറകെ കാണിക്കുന്നുണ്ട്. ഇതാ ഞാൻ ക്യൂ നിന്ന് 5:33 ക്യൂ നിന്ന് ഞാൻ 7 മണി കഴിഞ്ഞപ്പോൾ വന്ന് പമ്പിൻ്റെ അടുത്തെത്തി. നമ്മളെ തൊട്ട് മുമ്പിലുള്ള വണ്ടി LD01 ആണ്, അതായത് കവരത്തി രജിസ്ട്രേഷൻ. ഇവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മളെ RC ബുക്കും വണ്ടിയും നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ പോലീസ് ചെക്ക് ചെയ്തിട്ട് അവരുടെ അടുത്തുള്ള ലിസ്റ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളെ കയറ്റി വരും. ഒരു 2 വീലറിന് 1000 രൂപ വെച്ചാണ് പെട്രോൾ കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത പെട്രോൾ കിട്ടണമെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ 10-20 ദിവസം കഴിയും, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പെട്രോൾ കിട്ടുക. അത്രയും ലിമിറ്റഡാണ് നമ്മളിവിടെ പെട്രോൾ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വണ്ടിക്ക് 1000 രൂപയുടെ പെട്രോൾ എന്ന് പറയുമ്പോൾ 100 രൂപ 75 പൈസ പ്രകാരം 9.93 ലിറ്റർ പെട്രോളാണ് നമുക്ക് ഒരു വണ്ടിക്ക്. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് ഞങ്ങളുടെ പെട്രോൾ പമ്പ്. ഇങ്ങനെയാണ് ഞങ്ങൾ പെട്രോൾ വാങ്ങിക്കുന്നത്. ഇനിയൊരു അടിപൊളി കണ്ടൻറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ